ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീടാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് വീടിന്. അതിൽ ഏറ്റവും ഫസ്റ്റ് തോന്നിയൊരു കാര്യം, കൊടുക്കണ കാശിനുള്ള മുതലുണ്ട്. നമ്മൾ അരിച്ചു പറക്കി നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോയെന്ന്. ഒരു രക്ഷയില്ല, എല്ലാ ഭാഗവും അതേപോലെയാണ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്ററിലാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് എല്ലാ കാലത്തുണ്ട്. അതായത് കടകളും ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലം, അതുപോലെ തന്നെ ചുറ്റുവട്ടത്തൊക്കെ നല്ല റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ പിടിച്ച കിട്ടാത്ത റേറ്റാണ് ഇവിടെ വരിക, ഷുവറാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മെയിൻ റോഡിലേക്ക് ഈ ഒരു ഫേസ് നിൽക്കുന്നുണ്ട്. സൈഡിലും ഒരു സ്പേസ് ഉണ്ട്, നല്ല വീതിയുണ്ട് ആ വഴിക്ക്. 3 ഗേറ്റാണ് ഉള്ളത്. ബാക്കിൽ ഒരു 4-5 കാർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം, ഫ്രണ്ടിൽ ഒരു 2 കാർ പാർക്ക് ചെയ്യാം. അത്യാവശ്യം അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ സമയത്ത് അയ്യോ മുളക് പൊടി കഴിഞ്ഞു, നേരെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കടയിൽ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന നല്ലൊരു സെൻറ്ററിൽ നല്ല ക്വാളിറ്റിയിൽ പണിതിട്ടുള്ളൊരു വീട്. എക്സ്റ്റീരിയർ നമ്മൾ കണ്ടു, സിമ്പിളാണ്, ക്യൂട്ടാണ്, വലിയ ഓവർ ഡിസൈനൊന്നുമില്ല. പക്ഷെ അകത്തേക്ക് വരുമ്പോൾ കളി മാറി, റേഞ്ച് വേറെ ലെവലാക്കി. കാരണം കിട്ടിലിനായിട്ട് ചെയ്തിരിക്കുന്നത് അമേസിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറിങ്, സീലിങ്ങിലൊക്കെ തകർത്തു, ക്യൂട്ടായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 70% തേക്കൂടിലാണ് ഫർണിഷിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറ് വരെ നല്ല കനം, നമ്മുടെ മെയിൻ ഡോറിൻ്റെ കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ കിച്ചൺ, ഓഫ് എന്താ ഒരു ഭംഗി! അവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ, നമ്മുടെ കബോർഡിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, വാൾ ടൈല്, പിന്നെ അതുപോലെ വി ഗാർഡിൻ്റെ ചിമ്മിനിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു ആരെയും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കിച്ചൺ വർക്കായിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ബാക്കിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സ്ഥലമാണ്, നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ ഒരു നല്ലൊരു പാർട്ടിയൊക്കെ, നല്ലൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ അവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ച് പൊളിക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളുള്ള നല്ല ഏരിയ കേട്ടോ. പിന്നെ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ താഴെ 2ഉം മുകളിൽ 2ആയിട്ട് 4 സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് വാഷ്റൂംസോട് കൂടിയിട്ട്. എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബും ബാത്റൂം ഫിറ്റിങ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നല്ല വെറൈറ്റി കളറിൽ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നൈസ് ഒരു ബാൽക്കണി ഏരിയ, ബാക്കിലൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്, ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട്. ഒരു 6.5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ നോർത്ത് ഫേസ് ആയിട്ട് നല്ലൊരു 4 ബെഡ്റൂമിൻ്റെ വീട്. നിലവിൽ കുഴൽ കിണറാണുള്ളത്, ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കിണർ കുത്താവുന്നുള്ളൂ. അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ്, കൈരളി TMTയുടെ കമ്പികൾ, അതുപോലെ തന്നെ നല്ല കട്ട വെച്ചിട്ട് നല്ല എ ക്ലാസ് ക്വാളിറ്റിയിലാണ് വീട് പണിതിരിക്കുന്നത്. ലെഗ്രാൻഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിച്ചസ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്കൊരു സോളാറൊക്കെ വയ്ക്കാനുള്ള അതിനുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു EV കാറാണെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വീട് നിൽക്കുന്നത്, 3 ഫേസ് കണക്ഷനോട് കൂടിയിട്ട്. തൃശ്ശൂർ ജില്ലയിൽ കൊഴുക്കുള്ളി ഭാഗത്താണ് ഈ വീട് വരുന്നത്. നടത്തറ ജംഗ്ഷനിലേക്ക് ജസ്റ്റ് 4.5 കിലോമീറ്ററുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർക്ക് ജസ്റ്റ് 11 കിലോമീറ്ററിലാണ് വീട് നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, ഏവർക്കും ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള വീട്. 70 ലക്ഷമാണ് ചോദിക്കുന്നത്. നമ്മൾ വന്ന് നോക്കുമ്പോൾ സ്ഥലവിലയും വീട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കുകളും ഒന്ന് നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ കച്ചവടത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു വ്യത്യാസം വരും, ഷുവറാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നൈസ് ഒരു പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു പരിസരത്ത് ഒരു വീട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കാണണം. ഈ ഒരു ഏരിയ അത്രമേൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. നല്ലൊരു ദിവസം ആവട്ടെ. താങ്ക് യു.